അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മീനായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെമ്മീൻ കാട്ടി, ഈ പ്രാവശ്യം നമ്മൾ കൊഴുവയാണ് കേട്ടോ. ഒരു ഉരുളി നിറച്ചാണ് കൊഴുവ. ഇതെന്താന്ന് വെച്ചാലേ, ഇന്ന് മോന്റെ ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ വിളിച്ചു നിനക്ക് മീൻ വേണോന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ആള് ലാവിഷായിട്ട് 4 കിലോ കൊഴുവയാണ് മേടിച്ചു കൊണ്ടുവന്നേക്കണേ. അപ്പൊ നമ്മൾ എന്തായാലും വിചാരിച്ചു ഇതിനെ മുഴുവൻ വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മള് ഒരു പകുതി എടുത്ത് വെക്കണം കവറിലാക്കിയിട്ട്, ബാക്കി നമ്മള് പീരയും കുറച്ച് വറുക്കാനും. ഇതേപ്പോ നമ്മുടെ ചെറിയ പേരക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, പനി കാരണമാണ്. അപ്പൊ ആൾക്ക് മുഖമൊക്കെ ആകെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണേ. അപ്പൊ ഈ മീൻ കണ്ടതിന്റെ ആഹ്ലാദത്തിൽ ഇത് ഇങ്ങനെ ഇരിക്കണ ചുണ്ട് കൂടി ആകെ ഒരു ഇതിലിരിക്കണ. അപ്പൊ ഈ ഇരിപ്പും ഇതൊക്കെ ഈ മീൻ കണ്ടതിന്റെ സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇതിനെ ക്ലീനൊക്കെ ചെയ്ത് കൊഴുവ വെക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിത് 2 കവറിലായിട്ട് ഈ മീൻ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പകുതിയാണ് നമുക്ക് വറുക്കാനും പീര വെക്കാനായിട്ട്. അപ്പം ഇന്ന് എന്താ പറയാ, തിരുത്താകൃതിയാണ്. ഇന്ന് കൊഴുവത്ത് മരിക്കും ആ അവസ്ഥയിൽ ഇതേ ഉരുളിയിൽ നിറച്ച് മീനാണ് കേട്ടാ. അപ്പൊ നമുക്കിനി പീര വെച്ച് കാണാം. അപ്പൊ നമ്മുടെ മീനൊക്കെ നമ്മളിത് കഴുകി വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ പോലെ തന്നെ ചെമ്മീന് പറഞ്ഞ പോലെ തന്നെയാണ്. ഉപ്പും മഞ്ഞപ്പൊടിയും ചൊറുക്കൊക്കെ ഇട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിന് കുറച്ച് വറുക്കാനായിട്ട് മുളക് തിരുമ്പി വയ്ക്കാം. അപ്പൊ ഞാൻ 2 സ്പൂണ് നമ്മൾ എടുക്കണ മീനനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് ഇടണ്ടോ. അപ്പൊ ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ കൂടി ഈ മീൻ ഇതിൽ കുറച്ചെടുക്കണുള്ളൂ വറുക്കാനായിട്ട്. മീനിൻ്റെ മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് പീര വയ്ക്കാം. വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് സെറ്റപ്പാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഈ പീര റെഡിയാക്കാം. ഒരു സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ കാന്താരി മുളകാണ് ഇടേണ്ടത്. അപ്പൊ നമുക്കതില്ല. പിന്നെ വാങ്ങാന്ന് വെച്ചാൽ നല്ല വില. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഇത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ ഇടേണ്ടത്. ഒരു കണക്കാക്കിയിട്ട് ഞങ്ങൾക്ക് അളവ് പറയാനായിട്ട് അറിയില്ല. അപ്പൊ ഞാൻ ഇത്തിരി ഇഞ്ചി, ഇത്ര പോകുന്നൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി 2 പച്ചമുളക് ഇതിൽ കീറിയിടണം. പച്ചമുളക് ഞാൻ ഇതിൽ എടുത്ത് വെച്ചതിൽ കീറാനായിട്ട് മറന്നുപോയി. അപ്പൊ ഞാനത് കീറിയിടട്ടെ കേട്ടോ. നമ്മള് സാധാരണ വീട്ടില് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഒന്നും മറക്കാണ്ടൊക്കെ ചെയ്യും. പക്ഷെ ഒരു വീഡിയോ പിടിക്കുന്ന സമയമാകുമ്പോ നമ്മളിതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അരിഞ്ഞില്ല. അപ്പൊ ഞാൻ 2ാമത് അരിഞ്ഞിട്ടു. അതുപോലെ സവോള ഞാൻ തോട് കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരിയാൻ വിട്ടുപോയി. അപ്പൊ അങ്ങനത്തെ ചെറിയ ഒരു വെപ്രാളം പോലത്തൊരു സംഭവം ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഇതിലിട്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാട്ടാ. ഒരു 3 പച്ചമുളക് കീറിയിട്ടു, ഇഞ്ചി ഒരു ഇത്ര പോലെ ചെറിയ കഷ്ണം കുറച്ച് അരിഞ്ഞു, ഒരു സവോള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പും ഇട്ടുണ്ട് കേട്ടോ, കല്ലുപ്പൊടി ഇട്ടാണ്. ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു. 2 കതിരി വേപ്പിൻ്റെ ഇല, 1 കതിരി ഇട്ടാലും മതി. വേപ്പിലേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷമമാണ്. അത് തന്നെ 1 കതിരിൽ വേപ്പിൻ്റെ ഇല ഇട്ടു. ഇനി ഇതൊക്കെ കൂടി നമ്മളൊന്ന് തിരുമ്പി കൂട്ടണം. അപ്പൊ ഇത് നമ്മൾ തിരുമ്പി കൂട്ടി വെച്ചത് പിന്നീട് ഇനി കുറച്ചതേ കുടമ്പുളി നമ്മൾ കഴുകിയിട്ടുണ്ട്. ഒരു 4 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ പുളി ഇത്തിരി മീനുണ്ട്, പുളി ഒത്തിരി നല്ലതാണ്. ഇതിലേക്ക് പീരാക്കുമ്പോൾ ഇത്തിരി പുളി വേണം. അപ്പൊ ഞാൻ ആ വെള്ളവും ഈ കുടമ്പുളി ഇട്ട് ഇത് നമുക്കിതിൽ മീനിടാം. ഇനി ഇത് നമുക്ക് വേവാനായിട്ടുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. അപ്പം ഇനി ഇത് നമ്മൾ വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്തേക്കാം. കുറച്ചുകൂടി വെള്ളം വേണം.
എത്രയും വെള്ളം ഒരുപാട് വെള്ളം പാടില്ല, കാരണം ഇത് വറ്റണം. പീര വെക്കണമെങ്കിൽ അപ്പോൾ ഒരുപാട് വെള്ളം പാടും. അപ്പൊ ഇത് പീരയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി വെള്ളം പാടില്ല, സാധാരണ കറി വെക്കണ പോലെ. അപ്പൊ ഞാൻ ഇത്ര വെള്ളം ഇതിടുന്നുള്ളൂ, ഒഴിക്കണുള്ളൂ. അപ്പൊ ഇതേ നമ്മള് ഈ ചെറുള്ളിയും പച്ചമുളകും ഈ തേങ്ങയും കൂടിയിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. ഒത്തിരി വെണ്ണ പോലെ അറിയണ്ട കേട്ടാ, പീരയായി കാരണം. അപ്പൊ നമ്മളിത് ഒതുക്കിയിട്ട് അപ്പോൾ നമ്മുടെ കൊഴുവ കറി വെന്തുണ്ടാവണം, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വെച്ച വെള്ളം കുറവായ കാരണം ഒരുവിധം മീനൊക്കെ വെന്ത് വെള്ളമുണ്ട്. ഇത് നന്നായി വറ്റി പോകണം നമുക്ക്, എന്നാലാണ്. ഇപ്പം നമ്മൾ തേങ്ങ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് ഇളക്കി മറക്കട്ടെ കേട്ടോ. അതേ പുളിയൊക്കെ അത്യാവശ്യം ഉണ്ട്, 3-4 കുടംപുളി നമ്മൾ ഇട്ടുണ്ടല്ലോ. ഇനി ഈ തേങ്ങയുടെ ഈ വെള്ളം ഒക്കെ വറ്റി കഴിയുമ്പോൾ നമുക്കിതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കിതിനെ സെറ്റാക്കാം. നമ്മളിത് ഇപ്പോൾ തേങ്ങ ഇതിലിട്ട് നന്നായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. ഒരു ശകരം കൂടി വെള്ളം ഒന്ന് വറ്റാണ്ട്. ഇത് ശരിക്കും നല്ലൊരു ഇളം മഞ്ഞ കളറിലാണ് ഇരിക്കേണ്ടത്. എന്ന് വെച്ചാൽ പച്ചമുളക്, കാന്താരി മുളക് അല്ലെങ്കിൽ ഏതെങ്കിലും മുളക് ഇട്ടിട്ട് അരയ്ക്കണം. നമ്മളിപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങണം മുളകല്ലേ, അപ്പോൾ അതിങ്ങനെ അരച്ചാലും അത്രയ്ക്ക് ഒരു എരിവും രുചിയൊക്കെ തോന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി ചുമന്ന മുളക് ഇട്ടേക്കണേ, അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പീര റെഡി ആയിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ വറ്റി വരണ്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അത് നമ്മളതിനായിട്ട് റെഡി ആയിട്ട്. അപ്പം നമ്മുടെ അടിപൊളി കൊഴുവപ്പീര റെഡി ആയിരിക്കിന്. ഇവിടെ പുളിയും എരിവും ഒക്കെ ആവശ്യത്തിനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കഴിയുന്നവർ ഇത് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ എല്ലാവർക്കും ബൈ. അപ്പം ഇത് കൂടി ഇത്തിരി ചോറും വേണം. അപ്പം ബൈ.